ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ അറിയിക്കാനാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 3 കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാം, അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 എക്സാം ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെത്, അതുപോലെ തന്നെ വർക്ക് സൂപ്പറിൻ്റ്, സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എക്സാം സെപ്റ്റംബർ മാസം 23-ാം തീയതിയാണ് PSC കലണ്ടർ പ്രകാരം വച്ചിരുന്നത്. സോ ഇപ്പോൾ ആ ഒരു ഡേറ്റ് മാറ്റം വന്നിരിക്കുകയാണ്. ഓക്കെ, PSCയുടെ പ്രൊഫൈലിൽ PSCയുടെ സൈറ്റിൽ നമുക്കത് കാണാൻ കഴിയുന്നതാണ്. ഈ ഒരു 3 എക്സാമും അവർ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, PSCയുടെ സൈറ്റിൽ നമുക്കത് അറിയാൻ സാധിക്കുന്നു. ഓക്കെ, ഇത് ഇവിടെ അവർ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. 23/9/2025 ചൊവ്വാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 കാറ്റഗറി നമ്പർ 033/2024, അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 238/2024, അതുപോലെ തന്നെ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് സൂപ്രണ്ടൻ്റ് കാറ്റഗറി നമ്പർ 385/2024 തസ്തികകളിലേക്കുള്ള പരീക്ഷ മാറ്റിവച്ചിരിക്കുന്നു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗ്രേഡ് 3 എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ചെറിയൊരു ആശ്വാസം നൽകുന്ന ഒരു ഇൻഫർമേഷനാണ്. എങ്കിൽ പോലും നിങ്ങളുടെ പ്രിപ്പറേഷനൊന്നും നിങ്ങൾ മുടക്കരുത്. ഗ്രേഡ് 3 എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ആ ഒരു ഫ്ലോയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക, ബ്രേക്കൊന്നും എടുക്കരുത്. ഒരുപക്ഷെ നമുക്കറിയാം, ഈ ഒരു വാട്ടർ അതോറിറ്റിയുടെ എക്സാം ഇതിന് മുൻ വർഷങ്ങളിൽ സെപ്പറേറ്റ് ആയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൽ സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും എഴുതാൻ പറ്റുന്ന എക്സാമായിട്ടാണ് വാട്ടർ അതോറിറ്റി എക്സാം നടത്തിയിരുന്നത്, അല്ലേ? എന്നാൽ ഈ വർഷം അവരെ നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോൾ നമ്മുടെ സിലബസിൽ സിവിലുകാർക്ക് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആ ഒരു എക്സാം ഡേറ്റ് മാറ്റാൻ കാരണം. എല്ലാ വർഷവും മുൻ വർഷങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഈ ഒരു ഗ്രേഡ് 3 എക്സാം മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും എഴുതാൻ പറ്റുന്നതായിരുന്നു. അതുകൊണ്ട് 50% സിവിൽ ടോപ്പിക്കും 50% മെക്കിലെ ടോപ്പിക്കുമായിട്ടാണ് വന്നിരുന്നത്. ഓക്കെ, എന്നാൽ ഈ വർഷത്തെ ആ ഒരു ടൈം ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ആ ഒരു സിലബസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സിവിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കൂടുതലും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അതായിരിക്കും അവർ എക്സാം മാറ്റാൻ കാരണം. ഓക്കെ, ഒരുപക്ഷെ ഇനി ആ ഒരു കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 എക്സാമിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സിലബസ് തന്നെ PSC ചിലപ്പോൾ പബ്ലിഷ് ചെയ്യുമായിരിക്കും. അതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം നമുക്ക് PSCയുടെ സൈറ്റിൽ നിന്ന് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻ മുടങ്ങാതെ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഈ ഒരു എക്സാം തീയതി മാറ്റിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രിപ്പറേഷന് ബ്രേക്ക് വരരുത്. അപ്പോൾ എല്ലാവരും ആ ഒരു ഫ്ലോയിൽ തന്നെ പ്രിപ്പറേഷൻ ചെയ്യണം. ഓക്കെ, അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. താങ്ക് യു.